ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഗൗണ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരു സാരി കൊണ്ട് ചെയ്യാം, പഴയ സാരി എടുക്കാം, പുതിയ സാരി വാങ്ങാം, മെറ്റീരിയൽ മുറിച്ച് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. അപ്പം ഞാനിത് ഒരു സാരിയുടെ ഏകദേശം ഫുള്ളായിട്ടുള്ള ഭാഗവും എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു പീസ് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇടുമ്പോഴും അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഡ്രസ്സിങ്ങിൻ്റെ വീഡിയോസ് തന്നെയാണ് ഞാനിതിൽ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് തുടക്കക്കാർക്കൊക്കെ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വാട്സപ്പ് സ്റ്റുഡൻസ് ആയിട്ടുള്ള 2-3 ആളുകൾ, പല പല സ്ഥലത്തുള്ള ആളുകൾ സെയിം ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്തിട്ട് ഇതൊന്ന് യൂട്യൂബിലിടാൻ ചോദിച്ചത് കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത് ഒരു പ്രിൻ്റഡ് ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷിഫോൺ സാരിയാണ്. ഇതിന് 369 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ ഒരു 500 രൂപയിൽ താഴെയുള്ള കോസ്റ്റേ ഈ ഡ്രസ്സിന് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ നല്ല ലുക്ക് കൊടുക്കുന്നതാണ്. ലൈനിങ്ങിന് 3.5 മീറ്റർ ക്രേപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, 3 മീറ്റർ. അപ്പോൾ ദാ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട്, കട്ടിങ് മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. മുന്നേയൊക്കെ എൻ്റെ അളവിൽ തന്നെയാണ് തയ്ച്ചത്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് മുന്നേയൊക്കെ ഒരുപാട് വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെറുതാക്കുക എന്നുള്ള നിലയിലാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഷോൾഡർ 7, ചെസ്റ്റ് റൗണ്ട് വിത്ത് തയ്യൽ തുമ്പ് 12, വേസ്റ്റ് റൗണ്ട് വിത്ത് തയ്യൽ തുമ്പ് 10, പിന്നെ ആം ഹോള് 7, സ്ലീവ് പിന്നെ ഇത്രയും കട്ട് ചെയ്ത് എല്ലാത്തിനും ലൈനിങ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള പീസിന് ഞാനിങ്ങനെ 2 ഇഞ്ച് വീതിയും ഉള്ള കുറേ ലെങ്ത്തിൽ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലൈനിങ്ങും സെയിം രൂപത്തിൽ തന്നെ കട്ട് ചെയ്തതുകൊണ്ട് തയ്ക്കാനൊരു പണിയുമില്ല. ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെക്കുക, എന്നിട്ട് നെക്ക് തയ്ച്ച് കൊടുക്കുക, മറിച്ചിടുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നെക്കിന് ഒരുപാട് പണിയെടുക്കാറില്ല, നമ്മൾ ഹിജാബ് ഇടുന്നതല്ലേ. അപ്പം അത് ആ രൂപത്തിൽ പെട്ടെന്ന് തന്നെ പണി കഴിക്കാവുന്നതേ ഉള്ളൂ. വാട്സപ്പ് സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, വാട്സപ്പ് നമ്മുടെ ക്ലാസ് അടുത്ത മാസം 11-ന് പുതിയ ബാച്ച് തുടങ്ങും ഇൻഷാ അല്ലാ. അതിലേക്ക് ജോയിൻ ചെയ്യേണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാ ID ഉണ്ട്, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും, അതുവഴി കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിടാം, അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, കുറേ ഉണ്ട് കേട്ടോ ഈ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള. കാരണം ഫ്രില്ല് ഞാൻ ഗ്യാതറിങ് ഫുട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പം നല്ലോണം ക്ലോത്ത് വേണം. ഞാൻ മുന്നേ ചെയ്തിരുന്ന ഗ്യാതറിങ് ഫുട്ടിൻ്റെ യൂസിങ്ങിനെ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. ഗ്യാതറിങ് ഫുട്ട് ഇല്ലാത്തവർക്ക് നൂല് വലിച്ചിട്ട് ചുരുക്കിയിട്ട് ചെയ്യാം. ഇലക്ട്രിക് മെഷീനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നോർമൽ മെഷീനിൽ ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അങ്ങനെ ചെയ്യുമ്പോൾ 2 സൈഡും ഒന്ന് 1/4 ഇഞ്ച് അതിലും കുറച്ചിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അങ്ങനെ 2 സൈഡും ഈ ലേസ് പോലെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ എഡ്ജുകൾ മടക്കി തയ്ക്കുക, എന്നിട്ട് നൂല് വലിക്കാൻ നോക്കുക. മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ റോൾ ഹെമ്മിങ്ങിലാണ് ചെയ്യുന്നത്. എൻ്റെ ഇലക്ട്രിക് മെഷീനാണ്. ഇതിലാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഞാൻ ഫൂട്ട് മാറ്റിയിട്ട് ക്ലോത്ത് മെഷീനിൽ വെച്ച് ആ ഫൂട്ടിൻ്റെ ഈ കേവിലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്ത് ഇങ്ങനെ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2 എഡ്ജ് നല്ല റോൾ ഹെമ്മിങ് കിട്ടും. നല്ല ഭംഗിയാണ് ഇങ്ങനെ ചെയ്ത് വന്നാൽ കേട്ടോ. അപ്പോൾ ഇതുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ മടക്കി തയ്ക്കും. മടക്കി തയ്ക്കാൻ കുറച്ചൊരു പണി ഉണ്ടാകും, കുറേ ലെങ്ത്തിൽ വേണമെന്ന്. അതുകൊണ്ട് ഇത്രയും ഉണ്ട്, ഇങ്ങനെ വാരിയെടുക്കാൻ മാത്രമുണ്ട്. അപ്പം ഇത് വെയ്റ്റ്ലെസ് ക്ലോത്ത് ആയതുകൊണ്ട് ഡ്രസ്സിന് തീരെ വെയിറ്റ് വരില്ല. അങ്ങനത്തെ ക്ലോത്ത് സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം കുറേ ഫ്രില്ല് താഴേക്ക് വരുമ്പോൾ ഡ്രസ്സിന് തൂങ്ങൽ വരും. അതൊക്കെ ഗ്യാതറിങ് ഫുട്ടിലൊക്കെ ഹെം ചെയ്യുന്ന ഫൂട്ടിലിട്ട് റോൾ ഹെം ചെയ്യുന്നതിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്യാതറിങ് ഫൂട്ടിലിട്ടിട്ട് പ്ലീറ്റ്സ് ആക്കി കൊടുക്കുകയാണ്. അതും ഇതേപോലെ ഫൂട്ട് മാറ്റുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളതിൽ പോയി ചെക്ക് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ഗ്യാതറിങ് ഫൂട്ടിലിട്ട് പ്രില്ലിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ
ആദ്യം സ്ലീവിലേക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പല വർക്കും ചെയ്യാൻ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ സ്ലീവിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ലൈൻ കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത്, ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഗാദറിങ് ഫുട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നിവർത്തി വെച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് തിക്കായിട്ടാണ് ഗാദറിങ് ഫുട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ നിവർത്തിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ലെയർ ചെയ്തു. മൊത്തം സ്ലീവിലും താഴെ 4 ലെയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. 2 വേണ്ടവർക്ക് 2 ആക്കാം, 3 4 സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? ഞാൻ ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞിട്ടുണ്ടാകും. കാരണം അത്രയും തിക്കൻ വെയ്റ്റ്ലെസ് ക്ലോത്തും കൂടി ആകുമ്പോൾ നല്ല സുഖത്തിൽ ഗേദേഡ് ആവാൻ കഴിയും മെഷീന്. അതുകൊണ്ടാണ്. അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള പഴയ സാരി കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സാരി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയ വാങ്ങുകയാണെങ്കിൽ പിന്നെ ബോർഡറും മുന്താണിയും അങ്ങനത്തതൊന്നും ഇല്ലാത്തത് സെലക്ട് ചെയ്യണം. എന്നാലും നമുക്ക് തുണി കൂടുതൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് തുണി വേസ്റ്റ് ആയി പോവും. ഇത് എൻ്റെ വരെ ചെയ്യുക. അങ്ങനെ 4 എണ്ണം ചെയ്തിട്ടുണ്ട്. 2 സ്ലീവിനും ചെയ്ത് താഴെ ഭാഗത്ത് ചെയ്ത് പിന്നെ ഇങ്ങനെ കണ്ട ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. താഴെ നമ്മൾ പിന്നെ ഡിസ്റ്റൻസ് കറക്റ്റ് കീപ്പ് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളാണ്. ഫോട്ടോ വിട്ട് തന്നവർ എന്തോ ആയിരിക്കും എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ചെയ്താൽ നല്ലതായിരുന്നു എന്നുള്ള പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞതാണ്. പെട്ടെന്ന് കുറച്ച് സമയമെടുക്കും ഈ ഗാദറിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ. കാരണം അത്ര ലെങ്ത് ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കറക്റ്റ് കളറല്ല കേട്ടോ. ഇതിൽ ലൈറ്റ് പർപ്പിള്, പിന്നെ പിങ്കല്ല, ഒരു എന്താ പറയുക ഗ്രേപ്പിംഗ് കളറുണ്ടല്ലോ, ആ ഒരു കളറും ലൈറ്റ് പച്ചയൊക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ്. നല്ല സിമ്പിൾ വർക്കാണ്. ഇതേപോലത്തെ കുഞ്ഞു ഫ്ലവേഴ്സ് ഉള്ളത് എടുത്താലാണ് കൂടുതൽ ഭംഗി കിട്ടുക. കുറച്ച് നമ്മളൊക്കെ ഏജുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് പിന്നെ വലിയ ഫ്ലോറലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏജും കളർ കോമ്പിനേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ഡ്രസ്സിങ്ങിലേക്ക് നീങ്ങാൻ പറ്റും. അൽഹംദുലില്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഡ്രസ്സിൽ. അപ്പം എല്ലാവരും അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഓക്കെ.